സുഹൈൽ നക്ഷത്രം ഉദിച്ചു എന്നാണ് നമുക്കറിവുള്ള കാര്യം. അതിന്റെ അർത്ഥം കൊടിയ വേനൽ കഴിഞ്ഞു, വേനൽ അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ളത് സുഹൈൽ കാലമാണ്, കുറച്ച് സുഖമുള്ള കാലമാണ്, ചൂട് കുറഞ്ഞിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതങ്ങളെ അത് സ്വാധീനിക്കും എന്ന് തന്നെയാണ്. നമ്മുടെ പരിസരം, നമ്മുടെ കാലാവസ്ഥ, കാലഘട്ടം, ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നു. ആ സ്വാധീനം മനുഷ്യന്റെ സൃഷ്ടിപരമായ പ്രകടനങ്ങളിൽ, ആവിഷ്കാരങ്ങളിൽ പ്രതിഫലിക്കുന്നു. ഇത് ആദ്യകാലം തൊട്ടുള്ള സംഗതിയാണ്, പുതിയതല്ല. അപ്പോ ഇന്നത്തെ ഈ സുഹൈൽ സായാഹ്നം എന്ന് തന്നെ ഞാൻ വിളിക്കട്ടെ, സുഖകരമായ ഈ സായാഹ്നം, താരതമ്യേന സുഖകരമായ ഈ സായാഹ്നം സാഹിത്യ അനുരാഗികളെ സംബന്ധിച്ചിടത്തോളം, ദോഹയിലുള്ള സാഹിത്യ അനുരാഗികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയായി തീരുകയാണ്. കാരണം 2 പുസ്തകങ്ങൾ നമ്മളിവിടെ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുകയാണ്. 2ഉം കവിതകളാണ്, കവിതാ സമാഹാരങ്ങളാണ്. കവിതയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മനുഷ്യന്റെ ചിന്തയും വികാരങ്ങളും വിചാരങ്ങളും ആവിഷ്കരിക്കപ്പെടുന്ന, അത് ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു വളരെ ഉന്നത ശ്രേഷ്ഠ കല തന്നെയാണ് കവിത. മനുഷ്യന്റെ ചിന്തകൾ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് സ്പർശിക്കുന്ന മനുഷ്യന്റെ ചിന്തകൾ, അവിടെ ഭാവനയുടെ കരുത്തും ഭാഷയുടെ സംഗീതവും ചേർന്നുകൊണ്ട് ജീവിതത്തിന്റെ അഗാധ തലങ്ങളെ തൊട്ടു തലോടുമ്പോൾ കവിത ജനിക്കുന്നു എന്നാണ് സങ്കല്പം. ആദ്യകാലം തൊട്ട് കവിതകൾ ഉണ്ടായിരുന്നു, മലയാളത്തിൽ ഉണ്ടായിരുന്നു കവിതകൾ, മറ്റു ഭാഷകളിലും ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ മനുഷ്യൻ ജീവിച്ച പ്രദേശങ്ങളിലെല്ലാം തന്നെ ഭാഷയും കവിതയും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ദേവസ്തുതികളായിട്ടും ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ടും ഒക്കെയുള്ള രീതികളായിരുന്നു കവിത അന്ന് പ്രയോഗത്തിലാക്കിയിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഉദാഹരണങ്ങൾ എടുത്താൽ തന്നെ അറിയാം. സങ്കീർത്തനം എന്ന് പറഞ്ഞൊരു വലിയ ചാപ്റ്റർ തന്നെ ബൈബിളിൽ പറയുന്നത് ദൈവ സ്തുതിയാണ്, ദൈവത്തെ സ്തുതിക്കുന്ന മുഴുവനും. അത് പോയട്രിയാണ്, സംഗീതമാണ്, കവിതയാണ്. മലയാളത്തിലേക്ക് വന്നാൽ തന്നെ, നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ തന്നെ തീർച്ചയായിട്ടും ദൈവസ്തുതികളും ആരാധനകളും ആദ്യകാലത്തെ മലയാള കവിതകൾക്ക് പശ്ചാത്തലമായിരുന്നു. അപ്പൊ അവിടെ അന്നുണ്ടായിരുന്ന വളരെ കൃത്യമായ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ശ്ലോകങ്ങളായിട്ടും സംസ്കൃതത്തിന്റെ സ്വാധീനത്തിൽ പെട്ടിട്ടുള്ള അവതരണങ്ങളാണ് ആദ്യകാലത്ത് നമ്മുടെ മലയാള ഭാഷയിൽ ഉണ്ടായിരുന്ന കവിതകളായിട്ട് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അവിടെ നിന്ന് കാലം മാറി, മനുഷ്യന്റെ ജീവിത രീതികളും പശ്ചാത്തലങ്ങളും മാറി. അത് സ്വാഭാവികമായിട്ടും ആനുപാതികമായ തോതിൽ എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും കവിതയിലും അത്തരത്തിൽ അതിന്റെ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടായി വന്നു. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതില് ഉപയോഗിക്കുന്ന പ്രമേയങ്ങൾ വ്യത്യാസപ്പെട്ടു വന്നു. സ്വാഭാവികമായിട്ടും ദേവാരാധനയും രാജാവിനെ വാഴ്ത്തിപ്പാടുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ കവിത മാറിയതിനു ശേഷം കുറെ കൂടി സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സമൂഹവും താനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും മറ്റു മനുഷ്യരുമായിട്ടും മറ്റ് സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ കവിത പരാമർശിക്കുന്ന സ്ഥിതിയിലേക്ക് മാറി. ഒരു ഘട്ടത്തിൽ
കൃത്യമായ വൃത്തം, അലങ്കാരം തുടങ്ങിയ സംഗതികൾ ഇല്ല എങ്കിൽ അത് കവിതയല്ല എന്ന് തന്നെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ഭയപ്പെട്ട് വളരെ കഠിന അധ്വാനത്തോടു കൂടിയാണ് കവികൾ കവിത രചിച്ചുകൊണ്ടിരുന്നത്. ഓരോ കവിതയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു വൃത്തം ഉണ്ടാവും, അതിന് അതിൻ്റെതായ ലക്ഷണം ഉണ്ടാവും. ഒരു ഒന്നെങ്കിലും മാറാതെ ഓരോ ഗണത്തിലും നടുക്ക് യതി പദാതി പൊരുത്തം ഇത് കേകയാണെന്നാണ് പറയുന്നത്. ഈ കേകയിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും കവിത എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എഴുതപ്പെട്ട കവിതയിൽ കേകയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ചില വിദഗ്ധന്മാർ, അധ്യാപകർ അല്ലെങ്കിൽ ഞങ്ങൾ കഴിയുന്നു. പക്ഷെ കേക എടുത്തു വെച്ചിട്ട് ഒരു കവിത എഴുതുന്നതാണോ, അത് കവിതയിൽ കേക സംഭവിക്കുന്നതാണോ, ഇത് തർക്ക വിഷയമാണ്. എന്തായാലും വൃത്തത്തിൽ നിന്നും കാലഘട്ടം മാറിയതോടുകൂടി, ജീവിത രീതികൾ വ്യത്യാസപ്പെട്ട് വന്നതോടുകൂടി, സാങ്കേതിക വിദ്യയും ജീവിത സൗകര്യങ്ങളും കുറെ കൂടി മനുഷ്യന് സൗകര്യപ്രദമായി വന്നതോടുകൂടി കവിതയിലും അതിന്റെ സ്വാധീനം വന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ വന്നപ്പോ കവിത വൃത്തത്തിൽ നിന്ന് പുറത്തു കടന്നു എന്നാണ് പറയുന്നത്. അപ്പോ വൃത്തനിബദ്ധമായിട്ട് സംസ്കൃത സ്വാധീനത്തിൽ കവിതകൾ എഴുതുകയും വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാർ ഇപ്പൊ പറയുന്നത്, ഇപ്പൊ വന്ന് കവിത വൃത്തികേടായി, കാരണം വൃത്തത്തിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് വൃത്തികേടായി എന്ന് വരെ പറയാൻ പഠിക്കാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷേ ജീവിതത്തിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളിലേക്ക് കൂടി ശ്രദ്ധിച്ചിട്ട് കവിതയിൽ വന്ന ഈ മാറ്റത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് അസ്വാഭാവികമായിട്ടൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എന്റെ നിരീക്ഷണം. കാരണം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. രാജാവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സമ്മാനം, ടീച്ചറോട് ചിരിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടോ, എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ ഈ രാജാക്കന്മാരെ വാഴ്ത്തി പാടുന്ന കാലഘട്ടത്തിൽ പഞ്ചസാര പായസത്തിന്റെ കയ്പ് അടിയന് ഇഷ്ടമാണെന്ന് പറഞ്ഞ നമുക്കറിയാം. അപ്പൊ കവിത ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക തലത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് കാണാൻ വേണ്ടി കഴിയും. പിന്നീട് അവിടെ നിന്ന് മാറി രാജവാഴ്ചയ്ക്ക് മാറ്റം വന്നു, ജനാധിപത്യത്തിലേക്ക് മാറി എന്ന് പറയാം. ജനങ്ങൾ കൂടുതൽ സ്വതന്ത്രരായി. അങ്ങനെ സ്വതന്ത്രരായി വന്നതോടുകൂടി പറയാൻ ധൈര്യം ആളുകൾക്ക് വർദ്ധിച്ചു. എന്തും പറയാം, തുറന്നു പറയാം, എന്തും അവതരിപ്പിക്കാം എന്നുള്ളിടത്ത് ഈ രണ്ടാം പാദത്തിൽ അന്ത്യമാൻ രണ്ടക്ഷരം കുറഞ്ഞിൽ അത് മഞ്ചരിയായോ ആയോ ഇല്ലയോ എന്നുള്ള ആ ഒരു ടെൻഷൻ ഇല്ല. പറയാനുള്ളത് നേരിട്ട് പറയാം. തെങ്ങയിലുണ്ടാവുന്നത് തേങ്ങ, മാങ്ങയിലുണ്ടാവുന്നത് മാങ്ങ, അങ്ങനെയാണെങ്കിൽ പ്ലാവയിലുണ്ടാവുന്നത് എന്താണ് എന്നുള്ളത് കുഞ്ഞുണ്ണി മാഷിന്റെ ഉണ്ണിക്കവിത അവസാനിക്കാണ് ഈ 3 വാക്കുകൾ കൊടുത്ത്. അത് പഴയ കാലത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും മാറ്റിയിട്ടാണ്. എന്ത് കവിത, ഇതാണോ കവിത എന്ന് ചോദിച്ച് ഒരുപക്ഷെ നമ്മള് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒക്കെ ഉള്ള പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു ചില്ലക്ഷരം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഒരു കവിത വലിച്ചെറിയപ്പെടുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹമൊക്കെ കവിത എഴുതി അവരുടെ ഗുരുനാഥന്മാരുടെ മുമ്പിൽ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നത് എന്നുള്ള കഥകളൊക്കെ പല പ്രസംഗങ്ങൾക്ക് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. അപ്പോ ഈ മാറി വന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഏറ്റവും എളുപ്പമായി. നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാം, വളരെ എളുപ്പത്തിൽ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താം. ഇപ്പൊ ഏറ്റവും ആധുനികമായിട്ട് നമ്മുടെ കയ്യിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നമ്മുടെ കൈവശം വന്നിരിക്കുകയാണ്. അത്യാവശ്യം ഒരു കവിതകൾ എഴുതി തരണം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ ദൗത്യം നിർവഹിച്ചു തരും. പക്ഷെ എന്നാൽ ആ കവിത വായിച്ച് വിശദീകരിച്ച് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയെന്നില്ല. കവിതയെ കുറിച്ച് ഒരു 10 വാചകം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ AI നമുക്ക് സമ്മാനിച്ചു തരും. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് വിശദീകരിച്ച് പറയാൻ പക്ഷെ നമുക്ക് കഴിയുന്നില്ല. അവിടെയാണ് നമ്മൾ വിഷമിച്ചു പോകുന്നത്. അപ്പോൾ കാലം ഒരുപാട് മാറി, കാലം നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ മാറിയ കാലഘട്ടങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കവിതയുടെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വതന്ത്രമായ ആവിഷ്കാരത്തിന് ആരെയും അനുവദിക്കുന്ന ഒരു മേഖലയാണ് കവിത. അതിന് പ്രത്യേകിച്ച് ചട്ടക്കൂടുകളൊന്നും വേണമെന്നില്ല. മനസ്സിലേക്ക് എന്താണോ വരുന്നത് അതങ്ങനെ തന്നെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പൊതുവായിട്ടുള്ള
ഒരു രീതി എന്നായിട്ട് കാണുന്നു. എന്നാൽ അതേസമയം തന്നെ വൃത്താലങ്കാരത്തിന് നിബദ്ധമായിട്ട് ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രാസത്തിനൊപ്പിച്ച് പാടാൻ വഴങ്ങുന്ന രീതിയിൽ എഴുതുന്നവരുകൊണ്ട് ധാരാളം, ഇല്ലെന്നുള്ളതല്ല. പക്ഷെ കുറെ കൂടി ജനകീയമായി മാറിയിട്ടുണ്ട് കവിത. മുമ്പ് ഏതാനും പേരുടെ അല്ലെങ്കിൽ കുറച്ച് സവർണറുടെയോ അല്ലെങ്കിൽ മേൽക്കോയ്മയിൽ നിന്ന ആൾക്കാരുടെ ഒക്കെ കൈവശവും സ്വത്തും ആയിരുന്ന ഈ കവിത എന്ന് പറയുന്ന കല ഇന്നിപ്പോ വളരെ സാധാരണക്കാരൻ പോലും അനുഭവിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു കവിതയുടെ ഒരു സന്ദർഭം, കവിത ജനിച്ച ഒരു നിമിഷമാണ്. ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഞാൻ 8ാം ക്ലാസ് എറണാകുളത്തുള്ള ഇപ്പോഴത്തെ ലുലു മാളിന്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് വരികയാണ്. ആ ബസ് വരുന്ന സമയത്ത് ഇപ്പോൾ അവിടെയുള്ള ബസ് സ്റ്റോപ്പിന്റെ പ്രദേശം കുറെ കൂടി ഒഴിഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ വലിയ മുളം കാലുകളിൽ ഒരു സിനിമയുടെ പോസ്റ്റർ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ തൊട്ടടുത്ത തിയേറ്ററിൽ വരുന്ന സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് ആണ്, പോസ്റ്ററാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് മയിലാടും കുന്ന് എന്നാണ് അതിലിരിക്കുന്ന ആ സിനിമ. നമുക്കറിയാവുന്ന മറ്റോ അഭിനയിച്ചുള്ള ഒരു സിനിമയാണ് മയിലാടും. അപ്പൊ ഇത് ഈ ബസ് ഇങ്ങനെ അങ്ങോട്ടേക്ക് തിരിയാൻ പോകുന്നു. ഈ മയിലാടും എന്നുള്ള പോസ്റ്റർ ഞങ്ങളെല്ലാവരും ഒരുപോലെ കാണണം, അത്രയും വിസിബിൾ ആണ് ബസ്സിന്റെ ആ ഒരു വരവ്. അപ്പൊ അതിന്റെ ജനലിനോട് അടുത്തിരുന്ന സീറ്റില് അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒരു നാടൻ കവി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് കണ്ടിട്ട് പറഞ്ഞു, മയിലാടും കുന്നിലെ കുയിലാട്ടം. ഇയാൾ അറിയാതെ പാടുവാണ്. ഇത് കേട്ടിട്ട് ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും, ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് നടന്ന സംഭവം ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സന്ദർഭം അതിനെ അയാളിലേക്ക് അത് ആവാഹിച്ച് എടുക്കാൻ കഴിഞ്ഞ ഒരു ആശയത്തിന് അയാൾ കൊടുത്ത ആവിഷ്കാരം, വാക്കുകളും വരികളും ഒപ്പം സംഗീതവും കൂടിയാണ്. കവിതയ്ക്ക് തനതായ ഒരു മാസ്മര ശക്തിയാണ്. അത് അവതരിപ്പിക്കുമ്പോൾ അത് അവതരിപ്പിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ആസ്വദിക്കാനും അതിലേക്ക് ലയിച്ചു ചേരുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേക കാന്തിക ശക്തിയുള്ള ഒരു മാധ്യമമാണ് കവിത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1000 കോഴി അല്ലെങ്കിൽ 1000 കോഴികളുടെ ഇറച്ചി കഴിക്കുന്നതിന് പകരം ഒരു കാടപ്പക്ഷിയുണ്ട്, കാടപ്പക്ഷിയുടെ ഒരു പകുതി, അത് 1000 കോഴിയുടെ ഇറച്ചിക്ക് തുല്യം എന്നാണ് സങ്കല്പം. 1000 കോഴിക്ക് കാട എന്നതുപോലെ ഒരു 100-200 കോഴിയുടെ ഒരു നോവൽ എഴുതി കൂട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ അതിനേക്കാൾ പവർ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഒരു കവിതയ്ക്ക്. എന്തോ ചിരിക്കുന്നുണ്ട്, കാരണം അദ്ദേഹം ആസ്വദിക്കുന്ന ഈ ആശയം. അപ്പൊ കവിതയ്ക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് അതിന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാധ്യമം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന് ഒരുപാട് റീച്ച് കിട്ടുന്നുണ്ട്. കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്നുള്ളതാണ്. ഇത് ആരെഴുതിയാണ് ഞാൻ മറന്നുപോയി. പക്ഷേ എത്ര വലിയ ഒരു ആശയമാണ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു കാമുകിക്ക് ഫോട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന 3 വാക്കുകൾ. അപ്പോ എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന് പറയുന്ന ആ കുറിയ കവിത അതിൽ എത്രയോ ഗഹനമായ വലിയ ആശയങ്ങളാണ്, ജീവിതത്തിന്റെ പ്രതലങ്ങളാണ് അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ അങ്ങനെ കവിതയ്ക്ക് അത്രയും വലിയ പവറുണ്ട്. ഇന്ന് കവിത സ്വതന്ത്രമാണ്, നമുക്ക് നമ്മുടേതായ രീതിയിൽ ആവിഷ്കരിക്കാം. അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നതിന് വളരെ എളുപ്പമാണ്. കഠിനമായ സംസ്കൃത പദങ്ങളുടെ ബുദ്ധിമുട്ടില്ല. പൊട്ടാക്കി പാലവട്ട തിരുവിഴിയടയക്കാർവിച്ചാൽ കുന്തൽ കെട്ടാക്കി കേതകി പൂവതിരുടെ വടിവാക്കി പരം ചന്ദ്രകണ്ഠം മട്ടൊക്കെ തന്നെ മാറി ഹൃദയ സുതനായി കാട്ടിൽ ഉൾപ്പൂക്കു വൈരപ്പെട്ടു കാൽ ജന്യമിട്ട മഹിതര പടകാട്ടാളനെ കൈതൊഴുന്നേ. വലിയ വിഷമാണേ. ടീച്ചർ മനസ്സിലാക്കുന്നത് സാധാരണക്കാരൻ ഇമാതിരിയുള്ള പ്രയോഗങ്ങളൊന്നും ഇക്കാലത്ത് തേക്കില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം ഇന്ന് വളരെ സിമ്പിൾ റേഞ്ചിൽ ഇതിനെ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കവികൾക്കുണ്ട്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, കാരണം നീ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അബദ്ധവും വിവരക്കേടും എന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങാണ്. നമുക്കിന്ന് ഇവിടെ
കിട്ടിയിട്ടുള്ളത് രണ്ട് പ്രഗത്ഭരായ എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ്. തൻസീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദോഹയിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്, ബഹുമുഖ പ്രതിഭയാണ്. ഞാൻ തൻസീമിനെ ആദ്യം പരിചയപ്പെടുന്നത് FCCയിൽ ആയിരിക്കുമ്പോഴാണ്, FCCയുടെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴാണ് തൻസീമിനെ പരിചയപ്പെടുന്നത്. അപ്പോ അവിടെ തൊട്ട് തൻസീമിനെ അറിയാം. തൻസീമിന്റെ അവതരണങ്ങളും ചില വരികളും ഒക്കെ വായിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ധാരാളമായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കവിയുമാണ് തൻസീം. അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത് സമന്വയം എന്ന് പറയുന്ന ഒരു സംഘടന. അവര് സാഹിത്യകാരന്മാരെയും പിന്നെ മറ്റാരും ഉണ്ടായിരുന്നു അറിയില്ല, അതിൽ ആദരിക്കുന്ന കൂട്ടത്തിൽ തൻസീമിനെ ഒരു കവി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ആദരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് അതിൽ പങ്കെടുക്കാനുള്ള അവസരം ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹത്തിന് ഒരു അവാർഡ് അവിടെ വെച്ച് കൊടുക്കുകയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തൻസീമിന്റെ പുസ്തകം തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വരികയാണ്. അത് കേൾക്കാൻ ഞാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഞാൻ പാതി ഷെരീഫിന്റെ പുസ്തകം. ഷെരീഫും ഞാൻ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോഡിന്റെ അപ്പുറം ഷെരീഫും റോഡിന്റെ ഇപ്പുറം ഞങ്ങൾ ഈ റോഡിൽ സീറിംഗ് റോഡിന്റെ എതിർവശത്തുള്ള രണ്ട് കെട്ടിടങ്ങളിലാണ് പിന്നെ ജോലി ചെയ്യുന്നു, താമസിക്കുന്നു. തീർച്ചയായിട്ടും ഷെരീഫിന്റെ പുസ്തകം പിന്നെ വരുന്നു. ഷെരീഫിന്റെ കവിതകൾ നേരിട്ട് സംവദിക്കുന്ന ഒരു ശൈലിക്കാരനാണ് ഷെരീഫ് എന്നാണ് എന്റെ മനസ്സിലാക്കൽ. അതിന് തടസ്സങ്ങളില്ലാതെ 1 to 1 വായനക്കാരോട് നേരിട്ട് അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് വിധത്തിൽ ലളിതമായിട്ട് കവിതകൾ എഴുതുന്ന ഒരാളാണ് ഷെരീഫ്. ഞാൻ മനസ്സിലാക്കുന്നു ആനുകാലികങ്ങളിലൊക്കെ ധാരാളം അദ്ദേഹത്തിന്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ രണ്ട് പുസ്തകങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് വരികയാണ്. എന്തുകൊണ്ടും ഈ സായാഹ്നം നമുക്ക് ഏറ്റവും ആഹ്ലാദകരമായി തീരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. സാഹിത്യ അനുരാഗികളായിട്ടുള്ള നമ്മളെല്ലാവരും തീർച്ചയായിട്ടും അത് ആസ്വദിക്കും. അപ്പോൾ അതിലേക്ക് ഉള്ള തുടർന്നുള്ള കാര്യങ്ങൾ നയിക്കുന്നതിനും പരിപാടി നിയന്ത്രിക്കുന്നതിനുമായിട്ട് നമുക്ക് സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട മുരളി വാളൂരിനെ, നമ്മുടെ വാളൂരാൻ, അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. മുരളി, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.